പക്ഷേ സ്റ്റാൻലി കോണിൽ അനിവാര്യമായ ഇനിവിറ്റബിളായിട്ടുള്ള ഒരു സങ്കീർണതയുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. ഈ സങ്കീർണതയെ അതിജീവിച്ച് ശ്രീലങ്കയിൽ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ ഇത്തരം ചൈനയുടെ ഇടപെടൽ അടക്കമുള്ള കാര്യങ്ങൾ, പാകിസ്ഥാന്റെ നിലപാടടക്കമുള്ള കാര്യങ്ങൾ നയതന്ത്രപരമായി ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്ന സങ്കീർണമായ കാര്യം ഒരു ശുഭകരമായ ഭാവിയുണ്ടോ? നല്ല നിലക്ക് തന്നെ ഇന്ത്യക്ക് അത് അതിജീവിക്കാൻ കഴിയുമോ? ഈ ചൈന പേടി എന്ന് പറയുന്ന കാര്യം അതൊരു സത്യത്തിൽ ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ഒരു ക്രിപ്ലിംഗ് ഫാക്ടറാണ്. അതായത് ഫോറിൻ പോളിസിയുടെ മുന്നോട്ട് കൊണ്ടുപോകുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ ഫോറിൻ പോളിസി പ്രത്യേകിച്ച് കഴിഞ്ഞ 10-15 വർഷത്തെ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ അത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിന്റെ കോൺഗ്രസ്സുമായിട്ട് അതിന്റെ അടിസ്ഥാന ശൈലികളായിട്ട് ഒന്ന് ഈ ചൈന പേടി ഒരു ഭാഗത്ത്, രണ്ട് അമേരിക്കൻ പ്രേമം മറ്റൊരു ഭാഗത്ത്. Keep the Americans happy and be afraid of the Chinese. ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓരോ കാര്യം ഒരു പ്രത്യേക കാര്യത്തിലേക്ക് നിലപാടെടുക്കേണ്ട സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഗവൺമെന്റായിട്ട് ഒരു പരമാധികാര രാഷ്ട്രമായിട്ട് ഏഷ്യയുടെ മൂന്നാമത്തെ വലിയ ഇക്കോണമിയും ലോകത്ത് ഏറ്റവും വലിയ ജനങ്ങളുള്ള രണ്ടാമത്തെ രാജ്യവും ലോകത്ത് ഏറ്റവും വലിയ രാഷ്ട്രങ്ങളിൽ ഒന്നുമാണ് ഇന്ത്യ. ശീതയുടെ കാലത്ത് മൂന്നാം ലോക ചേരിയെ നയിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ആ ഇന്ത്യക്ക് ഇന്ന് നമ്മൾ ഇറ്റാലിയൻ പറയുന്ന കാര്യം നോക്കുക, ഒരു ഡിപ്ലോമാറ്റിക് പ്രഷർ എങ്ങനെ ചെലുത്തണം എന്ന് പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ഇന്ത്യൻ ഫോറിൻ പോളിസി എത്തി നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ എപ്പോഴെങ്കിലും ഭയപ്പാടുകളും ഭ്രമവും രണ്ട് ഭാഗത്തും ഇന്ത്യക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ കൃത്യമായിട്ടുള്ള ഫോറിൻ പോളിസിയിൽ പ്രാഗ്മാറ്റിക് സൈഡ് മാത്രമല്ല, പ്രായോഗിക വശം മാത്രമല്ല ഉള്ളത്. ഫോറിൻ പോളിസിയിൽ ഒരു ധാർമ്മിക വശം കൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീലങ്കൻ പ്രശ്നം വരുന്നത് ഈ ഒരു ധാർമ്മിക വിഷയത്തിലാണ്. ശ്രീലങ്കയ്ക്കെതിരെ ഒരു പ്രളയത്തെ പിന്തുണച്ചു എന്നുള്ളത് കൊണ്ട് ശ്രീലങ്ക ആരൊക്കെ സംഭവങ്ങളുടെ ഇന്ത്യൻ സിനിമാ ലോകത്തെ താരസുന്ദരി കാജൽ അഗർവാളിന്റെയും മറ്റു വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ മാർച്ച് 23 സമർപ്പിക്കപ്പെടുന്നു. നിങ്ങൾ പറഞ്ഞില്ല ഈ സുവർണ നിമിഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ സമ്മാനങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്നു. ജ്വല്ലറി ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. Give us your own car and one rupee and drive over new Volkswagen Venture for the next 12 months. Pay nothing at all. For details, visit